ഹലോ എവ്രി വൺ, സർഗാലയ ഇൻ്റർനാഷണൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഫെസ്റ്റിവലിൻ്റെ സെക്കൻഡ് പാർട്ടാട്ടോ ഇത്. ഫസ്റ്റ് പാർട്ട് ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അങ്ങനെ എല്ലാ സ്റ്റാളുകളും കണ്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കഴിയുമ്പോഴത്തേക്ക് തന്നെ ഒരുവിധം വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് ഫെസ്റ്റിവലിൻ്റെ സെക്ഷനിലാട്ടോ. Uzbekistan sweets, Chinese. ഇവിടെ ബില്ല് ചെയ്തിട്ടാണ് കേട്ടോ അവിടുത്തെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി. പിന്നെ ഇവിടെ മെനു കാർഡ് ഉണ്ട്, എന്തൊക്കെയാണ് ഉള്ളത്. ഇത്ര ആളുകളുണ്ട് കേട്ടോ. ഓരോന്നിനുള്ള സ്റ്റാളുണ്ട്. അവിടുന്ന് ബില്ല് ചെയ്യണം കേട്ടോ. എനിക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധനം കിട്ടും. കോളിഫ്ലവർ ദോശ, ഇത് മൊരിഞ്ഞിട്ടില്ല തീരെ. ഇത് ഓർഡർ ചെയ്തത് മസാല ദോശ, കോളിഫ്ലവർ ദോശ അല്ല, ആദ്യമായിട്ട് അയക്കുന്നല്ലോ. അതിന് മിതന്റെ കിട്ടിയിട്ടില്ല, അത് ക്യാൻസൽ ആയി പോയി തോന്നുന്നു. കോളിഫ്ലവർ മസാല അല്ലേ, ജസ്റ്റ് ഉണ്ടോ? ഇതും രസമുണ്ട്, ടേസ്റ്റ് ഉണ്ട്. ഫിനിഷ് ചെയ്യാം. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് അതിൻ്റെ പുറത്താട്ടോ. അതിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ കുറച്ച് സ്റ്റാളുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാട്ടോ പോയത്. നൂല് കൊണ്ടുണ്ടാക്കിയ ടച്ചേറി നീട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ. നെയ്ത്തിൻ്റെ സാധനം. ഇത് എന്നാ ഉറിയ എന്നാ ഉറുമി അതാ നല്ലോണം വായിക്കാൻ കഴിയുന്നില്ല, നല്ല വൃത്തിയിൽ എഴുതിയില്ല. ശരിക്കും കാണുന്നില്ല. ഇത് രാജാവിനെ കൊണ്ടുപോന്നെ, ഇത് നമ്മളെ റാണിനെ കൊണ്ടുപോന്നെ. ഇത് മറ്റു ഫിലിമിലെല്ലാം കണ്ടു കാണാല്ലേ. ഇത് രാമച്ചം. ആയുർവേദത്തിനെന്തല്ലോ പണ്ടത്തെ ഭരണി. ഒരുപാടുണ്ട് മസാജ് റേറ്റും കാര്യങ്ങളും അത്രേ ഉള്ളൂ. തൈലം അല്ലേ, തൈല് ഇഷ്ടം പോലെ ഉണ്ട്. ഓരോ തൊട്ടാവാടി തൈ. ഇതെന്നാ മസാജ് ചെയ്യുന്ന സെലക്ഷൻ, നാണയത്തിന് കോയിൻസ്, പണ്ടത്തെ വളക്കുകളും
അങ്ങനത്തെ സംഭവങ്ങൾ, കിണ്ടി. നല്ല പുതിയ പോലെ ഉണ്ട്. പണ്ടത്തെ കുറേ സാധനങ്ങൾ അവരെ കളക്ഷൻ. ഇതാ പണ്ടത്തെ പാത്രങ്ങൾ അല്ലേ, കിണ്ണോ, കോളാമ്പി, ഇതൊക്കെ വലിയ സൈസെല്ലാം ഉണ്ട്. ഏലസ്, അതൊരു വളയച്ചിന്. മെതിയടി ഇതെല്ലാം ഇട്ടിട്ട് എങ്ങനെ ഉള്ളിലെല്ലാം നടന്നിട്ടുണ്ടാ. കളരി മസാജ്, ഇതാ കളരി മസാജ് വിത്ത് വുഡൻ എക്സ്പീരിയൻസ്. നെക്സ്റ്റ് സ്റ്റാൾ എന്ന് പറയുന്നത് തെയ്യത്തിൻ്റെ ആണ്. ഇതെല്ലാം സെയിലിനുള്ള സാധനങ്ങളാണ്. നോക്കാം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നെണ്ണാക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം അവിടെ പോയി നോക്കുക. ചെറിയ ചെറിയ അതൊക്കെ കണ്ട് മൈന്യൂട്ട് വർക്ക് ഒരു ദിവസം ഫുള്ളായിട്ടുള്ള ബേസ് അടിച്ചത്. ഇപ്പം അതിൻ്റെ പ്രാഥമിക വർക്ക് മാത്രം ചെയ്ത് വെച്ചിരിക്കും. അപ്പം അതുമാതിരി എഴുതിയെടുക്കുമ്പോഴേക്ക് ഇന്ന് ഒരു 8-8 ഒരു ദിവസം എടുക്കും അല്ലേ. ഓരോരോ കുത്ത് വരല്ലേ. ഇങ്ങനെ ഒറ്റ ഒന്ന് ഉണ്ടാക്കാൻ തന്നെ ഒരു ദിവസം വരെ എടുക്കുന്നുണ്ട്. അപ്പം അത്രയും എഫേർട്ട് എടുത്തിട്ടാട്ടോ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഓരോ മൈന്യൂട്ട് വർക്ക് പോലും അത്രയും പെർഫെക്ഷനോട് കൂടിയാട്ടോ അവരാക്കുന്നത്. ഇത് പിന്നെ ബാംബു ക്രാഫ്റ്റാണ് ഇവിടെ ഉള്ളത്. മുളനെ കൊണ്ടുള്ള സാധനങ്ങളാണ്. സ്പൂണ്. പക്ഷെ നമ്മളൊന്നും ഇപ്പൊ ഇങ്ങനത്തെ ഒന്നും ഉപയോഗിക്കുന്നേ ഇല്ലല്ലോ. ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലേ. ഇതാ ചെറിയ ടൈപ്പ് എല്ലാം ഉണ്ട്. കുട്ടുക്ക ഇതാ ഇങ്ങനത്തെ എല്ലാം പണ്ട് ഇങ്ങനത്തെ എല്ലാം നമ്മളത് തന്നെ. പണ്ട് ചെറുതില് ഇവന്റെ ഐശിന്റെ ലൈറ്റ് ആയിരിക്കും ഇത് അല്ലേ. ഇതെല്ലാം കുത്തകളില്ലാത്ത കുട്ടിയായതുകൊണ്ട് പിന്നെ എല്ലാ വർഷത്തിലും. ഓ ഇതാ നല്ല ഉണ്ടല്ലേ കാണാന്. ക്ലോക്ക് അല്ലേ. ഈ ഒരു സംഭവം നമ്മളെ പണ്ട് വീട്ടിലെല്ലാം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇങ്ങനെ ഫ്ലവറെല്ലാം വെക്കുന്ന ടൈപ്പ് ഈ ഒരു സംഭവം പണ്ടത്തെ ഒരു ട്രെൻഡായിരുന്നു ഇത്. മുളൻ്റെ ഇതാ ഡൈനിങ് ടേബിൾ അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ പിന്നെ ഒരു ബുക്സിൻ്റെ ഒരു സ്റ്റാൾ കൂടിയുണ്ട്. ഒട്ടുമിക്ക എല്ലാ ബുക്സും അവിടെ ഉണ്ട്. അതുണ്ട് അങ്ങനെ കൂടി. ഇവിടെ ബുക്സിൻ്റെ ഒരു സ്റ്റാളുണ്ട്. ജോസഫ് അന്നക്കുട്ടി ജോസ്.
ഇവിടെ കിഡ്സിന് പറ്റിയ കുറേ ബുക്സ് ഉണ്ട് കേട്ടോ. ഇത് LKG ടേംസ് എന്ന് പറഞ്ഞിട്ടുള്ള, പിന്നെ കളർ ചെയ്യുന്ന കുറേ ആനിമൽസ് ആൻഡ് ബേർഡ്സ്, ഇഷ്ടംപോലെ കിഡ്സിന് പറ്റിയ ബുക്സും ഉണ്ട് കേട്ടോ ഇവിടെ. നെക്സ്റ്റ് ഞങ്ങൾ പോകുന്നത്, ഇത് ഇവിടെ എപ്പോഴും ഉള്ളതാട്ടോ ഈ ഒരു സംഭവം. പിന്നെ ഇവിടെ കുറേ ക്രാഫ്റ്റ് വർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് എല്ലാ ടൈമിലും ഇവിടെ ഉണ്ടാവുന്നതാണ്. നോർമലി ഇവിടുത്തെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് 9 AM ആണ്. 9 AM to 6 PM ആണ്. ഇപ്പോൾ എക്സിബിഷനൊക്കെ നടക്കുന്നത് കൊണ്ട് 9 AM to 10 PM വരെ ഉണ്ട് കേട്ടോ എല്ലാ സ്റ്റാളുകളും. ഓണവില്ല് അപ്പോൾ ഈ ഒരു അരുൺ എന്ന് പറയുന്ന ആളാട്ടോ ഈ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കിയത്. അടിപൊളിയായിട്ടുണ്ട്. ഫുൾ എന്താ പറയുക, നമുക്ക് നേരിട്ട് കാണുന്ന അത്രയും പെർഫെക്ഷനോടുകൂടി തന്നെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെ പിന്നെ ചൂരലിൻ്റെ കസേരയൊക്കെ അവർ ചെയ്യുന്നുണ്ടേനു. അവരെന്നെ ആക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത്രയും ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ ഇതൊക്കെ. ആർട്ട് ഗാലറി, wow, St. Angel's Fort Church സൈറ്റ് ഉണ്ട്. കൊത്തിത്തരും എത്ര ശരിക്കും അത് ആക്കാൻ ഭയങ്കര കഷ്ടപ്പാട്. ഈ ഒരു വുഡിൽ ചെയ്തത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ മുൻകൂട്ടി ഓർഡർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന രീതിയിൽ അവർ ചെയ്തു തരുന്നതായിരിക്കും. ജ്വല്ലറി സെക്ഷൻ ഇത് സ്ഥിരം ഇവിടെ ഉണ്ടാകുന്നു കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട് വളകളൊക്കെ. നെക്സ്റ്റ് വരുന്നത് ഒരു പെയിൻറ്റിങ്ങിൻ്റെ സെക്ഷനാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. നല്ല എന്താ പറയുക, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ സംഭവങ്ങളുണ്ടല്ലേ. ഇവിടെയുള്ള എല്ലാ ഷോപ്പിനൊന്നും വീഡിയോ ഇല്ല കേട്ടോ. അത്രയും കുറേ സ്റ്റാളുകളുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ ഇവിടെ. ഫുള്ള് ചിരട്ടനൊക്കെ ഉണ്ടാക്കിയാണ് കേട്ടോ. ഇത് ഫുൾ ഖാദി ആ ഐറ്റം കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് ഫുള്ള് വരുന്നത്
ഇവിടെ നിന്ന് തന്നെ നെയ്യുന്ന സംഭവം. കഴിഞ്ഞ വർഷം ഇവിടുന്ന് കേട്ടോ ഊഞ്ഞാൽ വാങ്ങിച്ചത്. ഒന്നും ആയിട്ടില്ല, ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ ഉണ്ട്. അങ്ങനെ ഫൈനലി ഞങ്ങൾ എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് പുറത്തേക്ക് പോകലാന്ന്. അപ്പോൾ ആട്ടെ ഈ ഒരു ഡെക്കറേഷനൊക്കെ കണ്ടത്, ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ പറയാൻ വിട്ട ഒരു സംഭവമുണ്ട്. ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് ആട്ടോ 100 റുപ്പീസാണ് വരുന്നത് ഒരാൾക്ക്. അതുപോലെ തന്നെ ഇവിടെ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്, പാട്ട്, ഡാൻസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഞങ്ങൾ പോകുന്ന അന്ന് ഭരതനാട്യത്തിൻ്റെ ഒരു സ്റ്റേജ് ആട്ടോ ഉണ്ടായത്. പിന്നെ പുറത്ത് തന്നെ കുറച്ച് ചെടികളുടെ ഒരു സെക്ഷനും കൂടി ഉണ്ട് കേട്ടോ. ചെടികളുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ കേട്ടോ ഈ വാട്ടർ ഫൗണ്ടെയിൻ കണ്ടത് അടിപൊളിയായിട്ടുണ്ട്. ഡിഫറെൻറ്റ് കളറിൽ നല്ല അടിപൊളിയായിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്. അപ്പോൾ ജാനുവരി 6 വരെ ആട്ടോ ഇതിന് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോവുക, മസ്റ്റായിട്ട് പോകണം കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഈ സ്പോട്ട് ആരും മറക്കണ്ട, സർഗാലയ കേരള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് വടകര ആട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.